ഓം ശാന്തി 4/2/2024 അവ്യക്ത ബാപ്ദാദ റിവൈസ് കോഴ്സ് 31/1/1998. മുരളിയുടെ ടൈറ്റിലാണ് ബഹുമതിയോടെ പാസ്സാകുന്നതിന് വേണ്ടി ഓരോ ഘടനാക്കളുടെയും അക്കൗണ്ട് പരിശോധിച്ച് സമ്പാദിക്കൂ. ഇന്ന് ബാപ്ദാദ ഓരോ ചെറിയവരും വലിയവരുമായ നാനാഭാഗത്തെയും ദേശവിദേശത്തെ കുട്ടികളുടെ ഭാഗ്യം കണ്ട് ഹർഷിതനാകുകയാണ്. ഇങ്ങനെയുള്ള ഭാഗ്യം മുഴുവൻ കൽപ്പത്തിൽ ബ്രാഹ്മണ ആത്മാക്കൾക്കല്ലാതെ മറ്റാർക്കും ഉണ്ടാകുകയില്ല. ദേവതമാരും ബ്രാഹ്മണ ജീവിതത്തെ ശ്രേഷ്ഠമായി കരുതുന്നു. ഓരോരുത്തരും തന്റെ ജീവിതത്തിന്റെ ആദ്യം മുതൽ നോക്കൂ, എന്റെ ഭാഗ്യം ജന്മന എത്ര ശ്രേഷ്ഠമാണ്. ജീവിതത്തിൽ ജന്മന അച്ഛനമ്മമാരുടെ പാലനയുടെ ഭാഗ്യം ലഭിക്കുന്നു. അതിനുശേഷം പഠിപ്പിന്റെ ഭാഗ്യം ലഭിക്കുന്നു. അത് കഴിഞ്ഞ് ഗുരുവിലൂടെ മതം അല്ലെങ്കിൽ വരദാനം ലഭിക്കുന്നു. താങ്കൾ കുട്ടികൾക്ക് പാലനയും പഠിപ്പും ശ്രീമതവും വരദാനവും നൽകുന്ന ആൾ ആരാണ്? പരമാത്മാവിലൂടെ ഈ മൂന്നും പ്രാപ്തമാണ്. പാലന നോക്കൂ, പരമാത്മാ പാലന എത്ര കുറച്ച് കോടിയിലും ചിലർക്കാണ് ലഭിക്കുന്നത്. പരമാത്മാ അധ്യാപകന്റെ പഠിപ്പ് താങ്കൾക്കല്ലാതെ മറ്റാർക്കും ലഭിക്കുന്നില്ല. സദ്ഗുരുവിലൂടെ ശ്രീമതം വരദാനം താങ്കൾക്ക് തന്നെയാണ് പ്രാപ്തമാകുന്നത്. അപ്പോൾ തന്റെ ഭാഗ്യത്തെ നല്ലപോലെ അറിയുന്നുണ്ടോ? ഭാഗ്യത്തെ സ്മൃതിയിൽ വെച്ചുകൊണ്ട് ഊഞ്ഞാലിലാടിക്കൊണ്ടിരിക്കുന്നു, പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ആഹാ, എന്റെ ഭാഗ്യം! അമൃതവേള മുതൽ എപ്പോൾ എണീക്കുന്നുവോ പരമാത്മാ സ്നേഹത്തിൽ ലൗലീനമായി എണീക്കുന്നു. പരമാത്മാ സ്നേഹം എണീപ്പിക്കുന്നു. ദിനചര്യയുടെ തുടക്കം പരമാത്മാ സ്നേഹമാകുന്നു. സ്നേഹമില്ല എങ്കിൽ എണീക്കാൻ കഴിയുകയില്ല. സ്നേഹമാണ് താങ്കളുടെ സമയത്തിന്റെ ഘടികാരം. സ്നേഹത്തിന്റെ ഘടികാരം താങ്കളെ എണീപ്പിക്കുന്നു. മുഴുവൻ ദിവസവും പരമാത്മാവിനോടൊപ്പം ഓരോ കാര്യവും ചെയ്യുന്നു. എത്ര വലിയ ഭാഗ്യമാണ്! സ്വയം ബാബ തന്റെ പരംധാം വിട്ട് താങ്കൾക്ക് പഠിപ്പ് നൽകുവാനായി വരുന്നു. ഇങ്ങനെ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഭഗവാൻ എന്നും തന്റെ ധാമം വിട്ട് പഠിപ്പിക്കുവാനായി വരുന്നു എന്ന്. ആത്മാക്കൾ എത്ര തന്നെ ദൂരത്തുനിന്ന് വരികയാണെങ്കിലും പരംധാമത്തെക്കാളും ദൂരെ മറ്റൊരു ദേശമില്ല. ഉണ്ടോ ഏതെങ്കിലും ദേശം? അമേരിക്ക, ആഫ്രിക്ക ദൂരെയാണോ? പരംധാമം ഉയർന്നതിലും ഉയർന്ന ദേശമാണ്. ഉയർന്നതിലും ഉയർന്ന ധാമത്തിൽ നിന്ന് ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ ഉയർന്നതിലും ഉയർന്ന കുട്ടികളെ പഠിപ്പിക്കുവാൻ വരുന്നു. ഇങ്ങനെയുള്ള തന്റെ ഭാഗ്യത്തെ അനുഭവം ചെയ്യുന്നുണ്ടോ? സദ്ഗുരുവിന്റെ രൂപത്തിൽ ഓരോ കാര്യത്തിനും ശ്രീമതവും നൽകുന്നു, കൂട്ടും നൽകുന്നു. വെറും മതം നൽകുകയല്ല, കൂട്ടും നൽകുന്നു. താങ്കൾ എന്ത് പാട്ടാണ് പാടുന്നത്? എന്റെ ഒപ്പമൊപ്പം എന്നോ അതോ ദൂരെ എന്നോ? കൂടെയല്ലേ? കേൾക്കുന്നുവെങ്കിൽ പരമാത്മാ ടീച്ചറിൽ നിന്ന്, കഴിക്കുന്നുവെങ്കിൽ കൂടി ബാപ്ദാദയ്ക്കൊപ്പം കഴിക്കുന്നു. ഒറ്റയ്ക്ക് കഴിക്കുന്നുവെങ്കിൽ താങ്കളുടെ തെറ്റാണ്. ബാബ പറയുന്നു, എന്റെ കൂടെ കഴിക്കൂ. താങ്കൾ കുട്ടികളുടെയും പ്രതിജ്ഞയാണ്, ഒപ്പമിരിക്കും, ഒപ്പം കഴിക്കും, ഒപ്പം കുടിക്കും, ഒപ്പം ഉറങ്ങും, ഒപ്പം പോകും. ഉറങ്ങേണ്ടതും ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്ക് ഉറങ്ങുകയാണെങ്കിൽ ചീത്ത സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ചീത്ത വിചാരങ്ങൾ സ്വപ്നത്തിലും വരുന്നു. എന്നാൽ ബാബയ്ക്ക് ഇത്രയും സ്നേഹമാണ്. സദാ പറയുന്നു, എന്നോടൊപ്പം ഉറങ്ങൂ, ഒറ്റയ്ക്ക് ഉറങ്ങല്ലേ. അപ്പോൾ എണീക്കുന്നതിലും ഒപ്പം ഉറങ്ങുന്നതിലും ഒപ്പം
കഴിക്കുന്നതിലും ഒപ്പം നടക്കുന്നുവെങ്കിലും ഒപ്പം. അഥവാ ഓഫീസിൽ പോകുകയാണെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിലും ബിസിനസ്സിൽ താങ്കൾ സൂക്ഷിപ്പുകാരനാണ്, ഉടമ ബാബയാണ്. ഓഫീസിൽ പോകുകയാണെങ്കിൽ താങ്കൾക്കറിയാം എന്റെ ഡയറക്ടർ, ബോസ് ബാബ്ദാദയാണ്. ഇവർ നിമിത്തം മാത്രമാണ്. ബാബയുടെ നിർദ്ദേശത്തിലൂടെയാണ് ജോലി ചെയ്യുന്നത്. ചിലപ്പോൾ ഉദാസീനമാകുന്നുവെങ്കിൽ ബാബ കൂട്ടുകാരനായി കളിപ്പിക്കുന്നു, സുഹൃത്തുമാകുന്നു. ഇടയ്ക്ക് പ്രേമത്തോടെ കരയുമ്പോൾ, കണ്ണീരൊഴുക്കുമ്പോൾ ബാബ തുടച്ചു തരാനും വരുന്നു. താങ്കളുടെ കണ്ണീർ ഹൃദയത്തിന്റെ ചെപ്പിൽ മുത്തുപോലെ അടക്കം ചെയ്യുന്നു. അഥവാ ഇടയ്ക്ക് തട്ടലും മുട്ടലുമായി പിണങ്ങുകയാണെങ്കിലും തെറ്റുകൾ ചെയ്യുന്നു വളരെ മധുരമധുരമായി. എന്നാൽ ബാബ പിണങ്ങുന്നവരെയും ഇണക്കുവാൻ വരുന്നു. മക്കളെ, സാരമില്ല, മുന്നോട്ടു പോകൂ. എന്ത് നടന്നുവോ കഴിഞ്ഞുപോയി, മറക്കൂ. കഴിഞ്ഞത് കഴിഞ്ഞതായി കരുതൂ. ഇങ്ങനെ ഇണക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഓരോ ദിനചര്യയും ആർക്കൊപ്പമാണ്? ബാബ്ദാദയുടെ കൂടെ. ബാബ്ദാദയ്ക്ക് ഇടയ്ക്ക് കുട്ടികളുടെ കാര്യത്തിൽ ചിരിയും വരുന്നു. ബാബ മറന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു വശത്ത് പറയുന്നു കമ്പൈൻഡ് ആണ്. കമ്പൈൻഡ് ആയ ആളെ മറക്കുമോ? ഒപ്പമാണെങ്കിൽ എന്താ ഒപ്പമുള്ള ആളെ മറക്കാൻ കഴിയുമോ? അപ്പോൾ ബാബ പറയുന്നു, സബാഷ്, കുട്ടികൾക്ക് ഇത്രയും ശക്തിയുണ്ട്, കമ്പൈൻഡ് ആയ ആളെ പോലും വേറെയാക്കുന്നു. ബാബ്ദാദ കുട്ടികളുടെ കളി കണ്ടുകൊണ്ട് ഇതാണ് പറയുന്നത്, കുട്ടികളെ, സ്വന്തം ഭാഗ്യത്തെ സദാ സ്മൃതിയിൽ വയ്ക്കൂ. സംഭവിക്കുന്നതെന്താണ്? ചിന്തിക്കുന്നു, അതെ, എന്റെ ഭാഗ്യം വളരെ ഉയർന്നതാണ്. എന്നാൽ ചിന്താ സ്വരൂപമാകുന്നു, സ്മൃതി സ്വരൂപമാകുന്നില്ല. ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്, ഞാൻ ഇന്നതാണ്, ഞാൻ ഇന്നതാണ്, ഞാൻ ഇന്നതാണ്. കേൾപ്പിക്കുന്നതും വളരെ നല്ലതാണ്. എന്നാൽ എന്ത് ചിന്തിക്കുന്നുവോ, എന്ത് പറയുന്നുവോ അതിന്റെ സ്വരൂപമാകൂ. സ്വരൂപമാകുന്നതിൽ കുറവ് വരുന്നു. ഓരോ കാര്യത്തിലും സ്വരൂപമാകൂ. എന്ത് ചിന്തിക്കുന്നുവോ അതിന്റെ സ്വരൂപവും അനുഭവം ചെയ്യൂ. ഏറ്റവും വലുതിലും വലുതാണ് അനുഭവി മൂർത്തരാകുക. അനാദികാലത്ത് പരംധാമത്തിലാകുമ്പോൾ ചിന്താസ്വരൂപമല്ല, സ്മൃതി സ്വരൂപമാണ്. ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവാണ്. ഇതും ചിന്തിക്കേണ്ടതല്ല, സ്വരൂപം തന്നെയാണ്. ആദികാലത്തും ഈ സമയത്തിന്റെ പുരുഷാർത്ഥത്തിന്റെ പ്രാലബ്ധ സ്വരൂപമാണ്. ചിന്തിക്കേണ്ടി വരുന്നില്ല, ഞാൻ ദേവതയാണ്, ഞാൻ ദേവതയാണ്. സ്വരൂപമാണ്. അനാദികാലത്ത് ആദികാലത്ത് സ്വരൂപമാണ് എങ്കിൽ ഇപ്പോഴും അന്തിമത്തിൽ സ്വരൂപമാകൂ. സ്വരൂപമാകുന്നതിലൂടെ തന്റെ ഗുണങ്ങൾ, ശക്തികൾ സ്വതവേ എമർജാകുന്നു. ഏതെങ്കിലും ഉദ്യോഗസ്ഥർ തന്റെ സീറ്റിൽ സെറ്റായിരിക്കുമ്പോൾ ആ ഉദ്യോഗത്തിന്റെ ഗുണം, കർത്തവ്യം തനിയെ എമർജാകുന്നു. ഇതുപോലെ താങ്കൾ സദാ സ്വരൂപത്തിന്റെ സീറ്റിൽ സെറ്റായിരിക്കൂ എങ്കിൽ ഓരോ ഗുണം, ഓരോ ശക്തി, ഓരോ പ്രകാരത്തിലുള്ള ലഹരി സ്വതവേ എമർജാകുന്നു. പരിശ്രമിക്കേണ്ടി വരുന്നില്ല. ഇതിനെ പറയുന്നു ബ്രാഹ്മണത്വത്തിന്റെ സ്വാഭാവിക സ്വഭാവം. അതിലൂടെ മറ്റെല്ലാ അനേക ജന്മത്തെ സ്വഭാവങ്ങളും സമാപ്തമാകുന്നു. ബ്രാഹ്മണ ജീവിതത്തിന്റെ സ്വാഭാവിക സ്വഭാവം തന്നെയാണ് ഗുണസ്വരൂപം, സർവശക്തി സ്വരൂപം. മറ്റെന്ത് പഴയ സ്വഭാവമുണ്ടെങ്കിലും അത് ബ്രാഹ്മണ ജീവിതത്തിന്റെ സ്വഭാവങ്ങളല്ല. പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ സ്വഭാവം ഇങ്ങനെയാണ്. എന്നാൽ ആരാണ് പറയുന്നത് എന്റെ സ്വഭാവം എന്ന്? ബ്രാഹ്മണനോ ക്ഷത്രിയനോ? അതോ കഴിഞ്ഞ ജന്മത്തെ സ്മൃതി സ്വരൂപ ആത്മാവാണോ പറയുന്നത്? ബ്രാഹ്മണരുടെ സ്വഭാവം
എന്താണോ ബ്രഹ്മബാബയുടെ സ്വഭാവം, അതാണ് ബ്രാഹ്മണരുടെ സ്വഭാവം. അപ്പോൾ ചിന്തിക്കൂ, ഏത് സമയത്ത് പറയുന്നുവോ എന്റെ സ്വഭാവം ഇങ്ങനെയാണ്, എന്താ ബ്രാഹ്മണ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വാക്ക്, എന്റെ സ്വഭാവം, എന്റെ നേച്ചർ ഉണ്ടാകുമോ? അഥവാ ഇപ്പോൾ വരെയും അകറ്റിക്കൊണ്ടിരിക്കുകയാണ്, മുൻ സ്വഭാവം എമർജ് ആകുകയാണ് എങ്കിൽ മനസ്സിലാക്കണം, ഈ സമയത്ത് ഞാൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനാണ്. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലാതാക്കാൻ വേണ്ടി. അപ്പോൾ എന്താ, ഇടയ്ക്ക് ബ്രാഹ്മണൻ, ഇടയ്ക്ക് ക്ഷത്രിയനാകുന്നുവോ? പറയുന്നത് എന്താണ്? ക്ഷത്രിയകുമാരൻ എന്നോ ബ്രഹ്മകുമാരൻ എന്നോ? ആരാണ്? എന്താ ക്ഷത്രിയകുമാരനാണോ? ബ്രഹ്മകുമാരൻ, ബ്രഹ്മകുമാരിമാർ, മറ്റൊരു പേരേയില്ല. ആരെങ്കിലും ഇങ്ങനെ വിളിക്കുമോ, ക്ഷത്രിയകുമാര വരൂ എന്ന്? ഇങ്ങനെ പറയാറുണ്ടോ? അതോ സ്വയം പറയുന്നത് ഞാൻ ബ്രഹ്മകുമാരനല്ല, ക്ഷത്രിയകുമാരനാണ് എന്നാണോ? അപ്പോൾ ബ്രാഹ്മണൻ അർത്ഥം എന്താണോ ബ്രഹ്മബാബയുടെ സ്വഭാവം, അത് ബ്രാഹ്മണരുടെ സ്വഭാവം. ഈ വാക്ക് ഇനി ഒരിക്കലും പറയരുത്, അറിയാതെ പോലും പറയരുത്, ചിന്തിക്കരുത്. എന്തു ചെയ്യാൻ, എന്റെ സ്വഭാവമാണ് എന്ന്. ഇത് ഒഴിവ് കഴിവാണ്. ഇത് പറയുന്നതും തന്നെ വിടുവിക്കുന്നതിനുള്ള ഒഴിവ് കഴിവാണ്. പുതിയ ജന്മമായി, പുതിയ ജന്മത്തിൽ പഴയ സ്വഭാവം എവിടെ നിന്നാണ് എമർജാകുന്നത്? അപ്പോൾ പൂർണമായി മരിച്ചിട്ടില്ല, അല്പം ജീവനുണ്ട്. അല്പം മരിച്ചിരിക്കുകയാണോ? ബ്രാഹ്മണ ജീവിതമെന്നാൽ ബ്രഹ്മബാബയുടെ ഓരോ ചുവട് ബ്രാഹ്മണരുടെ ചുവടാണ്. അപ്പോൾ ബാബ്ദാദ ഭാഗ്യത്തെയും കാണുന്നുണ്ട്. ഇത്രയും ശ്രേഷ്ഠ ഭാഗ്യം, ആ ഭാഗ്യത്തിനു മുന്നിൽ ഈ പറച്ചിൽ നല്ലതാകുകയില്ല. ഇത്തവണ മുക്തിവർഷം ആചരിക്കുകയല്ലേ? എന്ത് ക്ലാസ്സാണ് എടുക്കാറുള്ളത്? മുക്തിവർഷമാണ്. അപ്പോൾ മുക്തിവർഷമാണോ അതോ 99 വരികയുള്ളോ? 98 മുക്തിവർഷമാണോ? ആരാണോ കരുതുന്നത് ഈ വർഷമാണ് മുക്തിവർഷം, അവർ കൈകാട്ടൂ. നോക്കൂ, കൈവീശുക വളരെ സഹജമാണ്. നടക്കുന്നത് എന്താണ്? അന്തരീക്ഷത്തിൽ ഇരിക്കുകയല്ലേ, സന്തോഷത്തിൽ തുള്ളുന്നു. അതിനാൽ കൈവീശി കാണിക്കുന്നു. എന്നാൽ ഹൃദയം കൊണ്ട് കൈവീശൂ, പ്രതിജ്ഞ ചെയ്യൂ. എന്ത് സംഭവിച്ചാലും മുക്തിവർഷത്തിന്റെ പ്രതിജ്ഞ പോകാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള പക്കാ പ്രതിജ്ഞയല്ലേ? നോക്കൂ, സൂക്ഷിച്ചു കൈ ഉയർത്തൂ. ഈ ടിവിയിൽ വന്നാലും വന്നില്ലെങ്കിലും ബാബ്ദാദയുടെ അടുക്കലാണെങ്കിൽ താങ്കളുടെ ചിത്രം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ദുർബല സംസാരത്തിൽ നിന്നും മുക്തി. സംസാരം വളരെ മധുരമാവണം, ബാബയെ പോലെ ആകണം. സദാ ഓരോ ആത്മാവിനെയും പ്രതി ശുഭഭാവനയുടെ സംസാരമാവണം. ഇതിനെയാണ് പറയുന്നത് യുക്തിയുക്ത സംസാരം. സാധാരണ സംസാരവും നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഉണ്ടാകരുത്. ആരെങ്കിലും പെട്ടെന്ന് വന്നാലും ഇങ്ങനെ അനുഭവം ചെയ്യട്ടെ, ഇത് വാക്കുകളോ മുത്തുകളോ എന്ന്. ശുഭഭാവനയുടെ വാക്കുകൾ രത്നസമാനമാണ്. എന്തെന്നാൽ ബാബ്ദാദ പലപ്പോഴും ഈ സൂചന നൽകിയിട്ടുണ്ട്. സമയമനുസരിച്ച് ഇപ്പോൾ അല്പസമയമേ ഉള്ളൂ സർവ ഖജനാക്കളും ശേഖരിക്കുന്നതിന്. അഥവാ ഈ സമയത്ത് സമയത്തിന്റെ ഖജനാവ്, സങ്കല്പത്തിന്റെ ഖജനാവ്, സംസാരത്തിന്റെ ഖജനാവ്, ജ്ഞാനധനത്തിന്റെ ഖജനാവ്, യോഗ ശക്തികളുടെ ഖജനാവ്, ദിവ്യ ജീവിതത്തിന്റെ സർവ ഗുണങ്ങളുടെയും ഖജനാക്കൾ ശേഖരിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് ഇങ്ങനെ ശേഖരിക്കുന്നതിനുള്ള സമയം ലഭിക്കുക സഹജമായിരിക്കില്ല. മുഴുവൻ ദിവസത്തിൽ തന്റെ ഈ ഓരോ ഖജനാക്കളുടെ അക്കൗണ്ട് പരിശോധിക്കൂ.
സ്ഥൂലധനത്തിന്റെ അക്കൗണ്ട് പരിശോധിക്കാറില്ലേ? അതുപോലെ ഇത്രയും സമ്പാദിച്ചു. ഇങ്ങനെ ഓരോ ഖജനാവിന്റെയും അക്കൗണ്ട് ശേഖരിക്കൂ, പരിശോധിക്കൂ. എല്ലാ ഖജനാവും വേണം. അഥവാ ബഹുമതിയോടെ പാസ്സാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓരോ ഖജനാവിന്റെയും സമ്പാദ്യത്തിന്റെ കണക്ക് ഇത്രയും നിറഞ്ഞിരിക്കണം. 21 ജന്മം സമ്പാദിച്ച ശേഖരണത്തിൽ നിന്ന് പ്രാലബ്ധം ഭോഗിക്കാൻ കഴിയണം. ഇപ്പോൾ സമയത്തിന്റെ ടൂ ലേറ്റിന്റെ മണി അടിച്ചിട്ടില്ല, എന്നാൽ അടിക്കാൻ പോവുകയാണ്. ദിവസവും തീയതിയും അറിയിക്കുകയില്ല. പെട്ടെന്ന് പുറപ്പെടും. ടൂ ലേറ്റ്. പിന്നീട് എന്തു ചെയ്യും? ആ സമയത്ത് സമ്പാദിക്കുമോ? എത്രയായാലും സമയം ലഭിക്കില്ല. അതിനാൽ ബാബ്ദാദ പല തവണയായി സൂചന നൽകുകയാണ്, സമ്പാദിക്കൂ, സമ്പാദിക്കൂ, സമ്പാദിക്കൂ. എന്തെന്നാൽ താങ്കളുടെ ടൈറ്റിൽ ഇപ്പോഴും മാസ്റ്റർ സർവശക്തിവാൻ എന്നാണ്. ശക്തിവാൻ എന്നല്ല, സർവശക്തിവാൻ. ഭാവിയിലും സർവഗുണസമ്പന്നമാണ്, വെറും ഗുണസമ്പന്നമല്ല. ഈ എല്ലാ ഖജനാക്കളും സമ്പാദിക്കുക, അതായത് ഗുണങ്ങളും ശക്തികളും ശേഖരിക്കപ്പെടുകയാണ്. ഓരോ ഖജനാവിനും ഗുണങ്ങളും ശക്തിയുമായി ബന്ധമുണ്ട്. സാധാരണ സംസാരമല്ലെങ്കിൽ മധുരഭാഷി എന്ന ഗുണമുണ്ട് എന്ന പോലെ ഇങ്ങനെ ഓരോ ഖജനാവിനും ബന്ധമുണ്ട്. ബാബ്ദാദയ്ക്ക് കുട്ടികളോട് സ്നേഹമാണ്. അതിനാൽ പിന്നെയും വീണ്ടും വീണ്ടും സൂചന നൽകുകയാണ്. എന്തെന്നാൽ ഇന്നത്തെ സഭയിൽ എല്ലാ വെറൈറ്റിയും ഉണ്ട്. ചെറിയ കുട്ടികളുമുണ്ട്, ടീച്ചർമാരുമുണ്ട്. എന്തെന്നാൽ ടീച്ചർമാർ ആണ് സമർപ്പണമായത്. കുമാരിമാരുമുണ്ട്, ഗൃഹസ്ഥികളുമുണ്ട്. എല്ലാ വെറൈറ്റിയും ഉണ്ട്. നല്ലത്. എല്ലാവർക്കും അവസരം നൽകി. ഇത് വളരെ നല്ലതാണ്. കുട്ടികളുടെ കുറെ കാലത്തെ ആവശ്യമായിരുന്നു. ആയിരുന്നില്ലേ കുട്ടികളെ? ഞങ്ങൾക്ക് മിലനത്തിന് അവസരം എപ്പോൾ ലഭിക്കും? അപ്പോൾ നല്ലതായി. എല്ലാ വൈവിധ്യവുമുള്ള പൂച്ചെണ്ട് ബാബയുടെ മുന്നിലുണ്ട്. ശരി, ബാബ്ദാദയ്ക്ക് മുഴുവൻ വിശ്വത്തിലെയും ടീച്ചർമാരെ പ്രതി ഒരു ശുഭഭാവനയാണ്. ഈ വർഷം ആരുടെയും ഒരു പരാതിയും വരാൻ പാടില്ല. പരാതിയുടെ ഫയൽ അവസാനിക്കട്ടെ. ബാബ്ദാദയുടെ അടുക്കൽ ഇപ്പോഴും ധാരാളം ഫയലുണ്ട്. അപ്പോൾ ഈ വർഷം പരാതിയുടെ ഫയൽ സമാപ്തം. എല്ലാവരും ഫൈൻ ആകൂ. ഫൈൻ എന്നതിലും റിഫൈൻ. ഇഷ്ടപ്പെട്ടോ? ആര് എങ്ങനെയായാലും അവരോടൊപ്പം മുന്നോട്ടു പോകുന്നതിനുള്ള വിധി പഠിക്കൂ. ആര് എന്തു ചെയ്താലും വീണ്ടും വീണ്ടും വിഘ്നരൂപമായി മുന്നിൽ വന്നാലും ഈ വിഘ്നങ്ങളിൽ സമയം ചിലവാക്കുക. അവസാനം ഇതും ഏതുവരേക്ക്? ഇതിന്റെയും സമാപ്തി ആഘോഷം വേണ്ടേ? അപ്പോൾ മറ്റുള്ളവരെ നോക്കാതിരിക്കുക. അവർ ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യും? ഇത് പർവ്വതമാണെങ്കിൽ എനിക്ക് ഒഴിഞ്ഞു പോകണം. പർവ്വതം മാറുകയില്ല. ഇവർ മാറിയാൽ ഞാൻ മാറാം. ഇതാണ് പർവ്വതം മാറിയാൽ ഞാൻ മുന്നോട്ടു പോകാം എന്നത്. പർവ്വതം മാറുകയുമില്ല, താങ്കൾ ലക്ഷ്യത്തിലെത്തിച്ചേരുകയുമില്ല. അതിനാൽ അഥവാ ആ ആത്മാവിനെ പ്രതി ശുഭഭാവനയുണ്ടായാൽ സൂചിപ്പിച്ചു, പിന്നെ മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും കാലിയാക്കൂ. സ്വയം അവനവനെ ആ വിഘ്ന സ്വരൂപമാകുന്നതിനുള്ള ചിന്താവിചാരങ്ങളിൽ ഇടാതിരിക്കൂ. യഥാക്രമം ആണെങ്കിൽ സ്ഥിതിയും യഥാക്രമമായിരിക്കും. എന്നാൽ എനിക്ക് നമ്പർ 1 ആകണം. ഇങ്ങനെ വിഘ്നം അല്ലെങ്കിൽ വ്യർത്ഥ സങ്കല്പം നടത്തുന്ന ആത്മാക്കളെ പറ്റി സ്വയം പരിവർത്തനപ്പെട്ട് അവരെ പ്രതി ശുഭഭാവന വെച്ചുകൊണ്ട് പോകൂ. സമയം അല്പം എടുക്കുന്നു, പരിശ്രമം അല്പം ചെയ്യണം. എന്നാൽ അവസാനം ആര് സ്വപരിവർത്തനം ചെയ്യുന്നുവോ വിജയത്തിന്റെ മാല
അവരുടെ കഴുത്തിൽ വീഴുന്നു. ശുഭഭാവനയാൽ അഥവാ അവരെ പരിവർത്തനപ്പെടുത്താൻ കഴിയുമെങ്കിൽ ചെയ്യൂ, ഇല്ലെങ്കിൽ സൂചന നൽകൂ. തന്റെ ഉത്തരവാദിത്വം തീർക്കൂ. സ്വപരിവർത്തനത്തിലൂടെ മുന്നേറി പറന്നുപോകൂ. ഈ വിഘ്നരൂപവും സ്വർണത്തിന്റെ ആകർഷണ ചരടാണ്. ഇതും പറക്കാൻ അനുവദിക്കുകയില്ല. ഇത് വളരെ സൂക്ഷ്മവും വളരെ സത്യതയുടെ തിരശീലയിലെ കറയുമാണ്. ഇതാണ് ചിന്തിക്കുന്നത്, ഇത് സത്യമായ കാര്യമല്ലേ, ഇത് സംഭവിക്കുന്നില്ലേ, ഇത് സംഭവിക്കാൻ പാടില്ലല്ലോ. എന്നാൽ ഏതുവരേക്കും കണ്ടുകൊണ്ട് ഏതുവരേക്കും നിന്നുകൊണ്ടിരിക്കും? ഇപ്പോൾ സ്വയത്തെ സൂക്ഷ്മ ചരടുകളിൽ നിന്ന് മുക്തമാക്കൂ. മുക്തി വർഷം ആചരിക്കൂ. അതിനാൽ കുട്ടികളുടെ എന്ത് ആശകളാണോ, ഉണർവാണോ, ഉത്സാഹമാണോ, ഇതിന്റെ എല്ലാം പരിപാടി ആഘോഷിച്ച് ബാബ്ദാദ പൂർത്തിയാക്കുകയാണ്. എന്നാൽ ഈ വർഷത്തെ അന്തിമ പരിപാടി മുക്തി വർഷത്തിന്റെ പരിപാടി ആകണം. പരിപാടികളിൽ ദാദിമാർക്ക് ഉപഹാരവും നൽകുന്നു. അപ്പോൾ ബാബ്ദാദയ്ക്ക് ഈ മുക്തി വർഷത്തിന്റെ പരിപാടിയിൽ സ്വയത്തിന്റെ സമ്പൂർണതയുടെ സമ്മാനം നൽകൂ. ശരി, നാനാഭാഗത്തെയും പരമാത്മാ പാലന, പഠിപ്പിന്റെയും ശ്രീമതത്തിന്റെയും ഭാഗ്യത്തിന്റെ അധികാരി വിശേഷ ആത്മാക്കൾക്ക് സദാ ചിന്തിക്കുന്നതും സ്വരൂപമാകുന്നതും രണ്ടും സമാനമാക്കുന്ന ബാബ് സമാൻ ആത്മാക്കൾക്ക് സദാ പരമാത്മാ വിൽ പവറിലൂടെ സ്വയത്തിലും സേവനത്തിലും സഹജ സഫലത പ്രാപ്തമാക്കുന്ന നിമിത്ത സേവാധാരി കുട്ടികൾക്ക് സദാ ബാബയെ കമ്പൈൻഡ് രൂപത്തിൽ അനുഭവം ചെയ്യുന്ന, സദാ കൂട്ട് നിറവേറ്റുന്ന കൂട്ടുകാരായ മക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണ നമസ്തേ. വരദാനം: സംബന്ധ സമ്പർക്കത്തിൽ സന്തുഷ്ടതയുടെ വിശേഷതയിലൂടെ മാലയിൽ കോർക്കപ്പെടുന്ന സന്തുഷ്ടമണിയായി ഭവിക്കട്ടെ. സംഗമയുഗം സന്തുഷ്ടതയുടെ യുഗമാണ്. ആര് സ്വയത്തിലും സന്തുഷ്ടമാണ്, സംബന്ധ സമ്പർക്കത്തിലും സദാ സന്തുഷ്ടമായിരിക്കുന്നു, അല്ലെങ്കിൽ സന്തുഷ്ടമാക്കുന്നു, അവരാണ് മാലയിൽ കോർക്കപ്പെടുന്നത്. എന്തെന്നാൽ മാല സംബന്ധത്തിലൂടെ ഉണ്ടാകുന്നു. അഥവാ മുത്തിന് മുത്തിനോട് സമ്പർക്കമില്ലെങ്കിൽ മാല ആകില്ല. അതിനാൽ സന്തുഷ്ടമണിയായി സദാ സന്തുഷ്ടമായിരിക്കൂ. സർവരെയും സന്തുഷ്ടമാക്കൂ. കുടുംബത്തിന്റെ അർത്ഥം തന്നെയാണ് സന്തുഷ്ടമായിരിക്കുക, സന്തുഷ്ടമാക്കുക. ഒരു തരത്തിലുള്ള തട്ടലും മുട്ടലും ഉണ്ടാകരുത്. സ്ലോഗൻ: വിഘ്നങ്ങളുടെ ജോലിയാണ് വരിക, താങ്കളുടെ ജോലിയാണ് വിഘ്ന വിനാശകനാകുക. ഓം ശാന്തി.